എൻ്റെ കഴിഞ്ഞ 1-2 റീൽസ് കണ്ടിട്ട് കുറേ പേരുടെയൊക്കെ ഉറക്കം പോയിത്രേ. അപ്പം ഇനിയിപ്പോൾ നമുക്ക് പ്രേതവും ബോധമൊന്നും വേണ്ട. അതിനിടയ്ക്ക് ആരോ മെസ്സേജ് ചെയ്തു, ടീച്ചർ ഏതൊക്കെ സ്ഥലത്താണ് ഉണ്ടായിട്ടുള്ളത് അതൊക്കെ ഒന്ന് പറയൂന്ന്. കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ ആദ്യം സെക്കൻഡറാബാദിൽ പോയതും ആ സിമെട്രിയുടെ അവിടെയുള്ള വീട് താമസിച്ചൊക്കെ പറഞ്ഞല്ലോ. അത് കഴിഞ്ഞിട്ടൊരു 5-6 മാസം കഴിഞ്ഞപ്പോൾ ഉള്ളിൽ വീട് കിട്ടിയിട്ടോ. ഉള്ളിലെന്ന് പറഞ്ഞാൽ MCME ക്യാമ്പസിൻ്റെ ഉള്ളിൽ. അവിടെ ഞങ്ങളൊരു 1-1.25 കൊല്ലം ഉണ്ടായിട്ടുണ്ട്. അതിനിടയ്ക്ക് ഞാൻ മോനെ അവിടെ വെച്ചിട്ടാണ് കൺസീവ് ചെയ്തത്. അപ്പം ഞാൻ വീട്ടിലേക്കും പോയി. പിന്നെ ഞാൻ മൂപ്പരെ ജോയിൻ ചെയ്തത് ആൾ മീററ്റിലേക്ക് പോസ്റ്റിംഗ് ആയപ്പോഴാണ്. അവിടേക്ക് ഞാൻ പോയപ്പോൾ മോൻ 5 മാസമൊക്കെ ആയിട്ടാണ് പോയത് പ്രസവം കഴിഞ്ഞിട്ട്. അവിടെ കിട്ടിയ വീടിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നല്ല രസമാണ്. 5 മാസം പ്രായമുള്ള കുട്ടിയെ കൊണ്ട് താമസിക്കാൻ പറ്റിയ വീടാണ് കിട്ടിയതേ. റെയിൽവേ ട്രാക്കിൻ്റെ തൊട്ടടുത്ത വീട്, ഏറ്റവും ആദ്യത്തെ വീട്. അപ്പോൾ അവിടെ വീടെടുക്കാനുള്ള കാര്യം എന്താ വെച്ചാൽ ആൾ ആദ്യമായിട്ട് OC ആയിട്ട് ടേക്ക് ഓവർ ചെയ്തിരിക്കുകയാണ്. പിന്നെ മെസ് സെക്രട്ടറിയാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് യൂണിറ്റിലേക്ക് പോകേണ്ടി വരും. അപ്പോൾ യൂണിറ്റിലേക്ക് തൊട്ടടുത്താണ്, നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. അതുകൊണ്ടാണ് ആ വീടെടുത്തത്. അപ്പോൾ എന്താ രസിച്ചാൽ രാത്രി ഒരു 1 മണി അല്ലെങ്കിൽ 1:30 ആകുമ്പോൾ കുട്ടിയെ നമ്മളൊന്ന് ഉറക്കി കഴിയുമ്പോൾ കറക്റ്റ് ആ സമയത്ത് ഒരു ട്രെയിൻ അതിൽ കൂടെ പോവും. അപ്പോൾ ഈ റെയിൽവേ ക്രോസിങ്ങിൻ്റെ അവിടെ എത്തുമ്പോൾ അറിയാമല്ലോ, ട്രെയിൻ നന്നായിട്ട് ചൂളം വിളിക്കും. ഉറങ്ങിക്കിടക്കണ കുട്ടി ഞെട്ടേനീച്ച് കരയും. ഇതിനെ ഒന്ന് എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് ഒന്ന് ഉറക്കി വരുമ്പോൾ അടുത്ത ട്രെയിന് 3 മണിക്ക് വരും. അപ്പോൾ പിന്നെയും കുട്ടി എന്നിട്ട് കരയും. ഇങ്ങനെ എൻ്റെ രാത്രികൾ മുഴുവൻ കളരാത്രികളായിരുന്നു. എൻ്റെ മാത്രമല്ല കേട്ടോ, മൂപ്പരുടെയും. പക്ഷെ ആ വീട്ടിൽ ഞങ്ങളൊരു 5-6 മാസമല്ലേ താമസിച്ചുള്ളൂ. അപ്പോഴേക്കും റിപ്പബ്ലിക് ഡേ പരേഡിൻ്റെ പ്രാക്ടീസിനായിട്ട് ആൾ ഡൽഹിക്ക് പോയി. അപ്പം ഞാൻ പിന്നെയും നാട്ടിലേക്ക് പോന്നു. പിന്നെ ഞാൻ തിരിച്ചു വന്നപ്പോൾ ഞങ്ങൾ താമസിച്ചത് കാലിപൾട്ടൺ മന്ദിറിൻ്റെ അടുത്തൊരു പുതിയ വീട്ടിലാണ്. അവിടെ ഒന്ന് സെറ്റായി വന്നപ്പോഴേക്കും ഒരു 4-5 മാസം കഴിഞ്ഞപ്പോൾ ദേ വരുന്നു JC കോഴ്സ്. ഞാൻ പിന്നെയും മോനെയും കൊണ്ട് നാട്ടിലേക്ക് പോന്നു. അതെന്താ വെച്ചാൽ കോഴ്സൊക്കെ ആകുമ്പോൾ പിന്നെയും വീട് കിട്ടാൻ സമയമെടുക്കും. അതുകൊണ്ട് തന്നെ അങ്ങനെ 1.5 കൊല്ലത്തെ മീററ്റ് വാസത്തിന്റെ ഇടയിൽ 2 വീടും മാറി. 2 വീട്ടിലും ആകെ 5 മാസത്തോളം താമസിക്കലും ഉണ്ടായുള്ളൂ. അപ്പൊ മീററ്റിൽ ഉണ്ടായിരുന്ന ആരെങ്കിലും ഇവിടെ ഉണ്ടോ? ഈ ഗ്രാസ് ഫാം റോഡും കാലിപൾട്ടൺ മന്ദിരൊക്കെ അറിയോ നിങ്ങൾക്കൊക്കെ? ബൈ ദ ബൈ, വന്ന കാര്യം പറയാൻ മറന്നു. ഇത് ബ്ലാക്ക് റൈസ് കൊണ്ട് ഉണ്ടാക്കിയ ഇടിയപ്പാട്ടോ. ഇതെനിക്ക് ഗ്രീൻനെസ് ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞിട്ടൊരു കമ്പനി അയച്ചു തന്നതാ. ആദ്യം ഉണ്ടാക്കി വെച്ചപ്പോൾ എല്ലാവരുടെയും മുഖമൊക്കെ ഒന്ന് ചുളിഞ്ഞു. കളർ കണ്ടിട്ടായിരിക്കുമേ. പക്ഷെ സത്യം പറയാലോ, നമ്മുടെ നോർമൽ അരി കൊണ്ട് ഉണ്ടാക്കണം അതേ ഇടിയപ്പത്തിന്റെ അതേ ടേസ്റ്റ്. മാത്രമല്ല എന്തൊക്കെ ഹെൽത്ത് ബെനിഫിറ്റ്സ് അറിയോ, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ.